പലപ്പോഴും കരാമ സൈഡിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. പോണം എന്ന് വിചാരിക്കുന്ന ഒരു സമയത്തും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യം കൂടെ വന്നിട്ട് പോകാനായിരുന്നായിരിക്കും ഞങ്ങളുടെ യോഗം. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയേഴ്സൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു റെസ്റ്റോറൻ്റാണ് ഇത്. പഞ്ചാബി റെസ്റ്റോറൻ്റാണ്. അപ്പം പഞ്ചാബി ഫുഡൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇവിടെ കിട്ടുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഇൻറ്റീരിയേഴ്സാണ് അവർ കൊടുത്തേക്കുന്നതും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ആദ്യക്ക് നല്ല ഉറക്കം വന്നുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. എന്തായാലും മെനുവിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ര കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ല. അപ്പോൾ അവരുടെ സ്പെഷ്യൽ ഫുഡ് എന്താണ്, ഏതാണ് ഏറ്റവും ടേസ്റ്റി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അതിൽ മെയിനായിട്ട് ഞാൻ മിക്കപ്പോഴും കടകളിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു ഡ്രിങ്ക്, ജൽജീര ഡ്രിങ്ക് പോലത്തെ ഒരു ഡ്രിങ്കാണ്. അതേപോലെ തന്നെ മസാല പാപ്പടും. അത് നമുക്ക് എല്ലായിടത്തും ഓൾമോസ്റ്റ് സെയിം ഇതൊക്കെ തന്നെയാണെങ്കിൽ കൂടി ഇവിടുത്തെ എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ചാറ്റ് മസാല വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് അവർ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലായിടത്തും. പക്ഷേ ഇവിടെ കുറച്ച് സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. മസാല പാപ്പടും കുറേ നാൾക്ക് ശേഷമായിരുന്നു ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നല്ല എൻജോയ് ചെയ്താണ് കഴിച്ചത്. ആ ഒരു ഇടയ്ക്ക് തന്നെ ഞാൻ ആദീനെ പതുക്കെ കിടത്തി ഉറക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ ഉറങ്ങിയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എനിക്ക് പീസ്ഫുള്ളായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര കുറവാണ്. ഒന്നെങ്കിൽ ആദ്യം മനുവേട്ടൻ ഫുഡ് കഴിക്കും, എന്നിട്ട് വേഗം ആദ്യനെ പിടിക്കും, എന്നിട്ട് ഞാൻ കഴിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ച് അങ്ങനെയായിരിക്കും പൊതുവെ. അപ്പം ഇപ്പം എന്തായാലും അവിടെ ഒരു സോഫയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് അവിടെ ആദ്യനെ സമാധാനമായിട്ട് കിടത്തി ഉറക്കി. എന്നിട്ട് ഇതാ നമ്മൾ ഓരോ ഫുഡൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ട്രൈ ചെയ്തതെന്ന് ഓർക്കുന്നില്ല. ഒരു സ്റ്റാർട്ടർ മട്ടൻ്റെയും ചിക്കൻ്റെയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറി നമ്മൾ കോമൺ ആയിട്ട് ചിക്കൻ കറിയാണ് എടുത്തത്. പിന്നെ റൊട്ടിയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൊട്ടി സാധാരണ നമ്മൾ നാൻ പറയുമ്പം മൈദയിലല്ലേ ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത് ശരിക്കും വീറ്റിലായിരുന്നു കേട്ടോ. അപ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചപ്പാത്തി കഴിക്കാൻ എനിക്ക് പൊതുവേ ചപ്പാത്തി അത്ര ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷേ ഇത് കഴിക്കാനായിട്ടൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലിക്കും കുറച്ചൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. അവൾക്കും ആ റൊട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കറി ഇത്തിരി ഇട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിച്ച് തീർക്കുക, ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് അവളും എന്തായാലും എൻജോയ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അവിടെ തന്നെ കുറച്ച് ഒരു റീലൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് അല്ലീനെ ഞാനിങ്ങനെ പിടിച്ച് കറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി ആൾ ശരിക്കും പറഞ്ഞാൽ വീണു കേട്ടോ. എന്തായാലും അവിടെ പിന്നെ കുറച്ച് ഇൻറ്റീരിയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അകത്ത് തന്നെ ഒരു ചെറിയൊരു റിക്ഷ പോലെയൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല. ഫോട്ടോസാണ് ഞങ്ങൾ എടുത്തത്. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിയുന്നതോടെ വരെ ആദ്യം നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല പീസ്ഫുള്ളായിട്ട് ഞങ്ങൾ രണ്ടുപേരും മനുവേട്ടനും ഞാനും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട്